കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16-ന് കാസർഗോഡ് നടക്കും. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP യോഗം ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഥവാ COA-യുടെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് ഫെബ്രുവരി 16-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ RK മാളിൽ വെച്ച് നടക്കുന്നത്. ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് സുസജ്ജമായ സംഘാടക സമിതി രൂപീകരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ പാലക്കുന്നിലെ കാസർഗോഡ് വിഷൻ ടവറിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളുടെ സന്തതികളാണ് മാധ്യമങ്ങൾ എന്നത് ചൂണ്ടിക്കാട്ടിയ MP പുതിയകാല മാധ്യമ പ്രവർത്തനത്തിലെ മൂല്യച്യുതികളെക്കുറിച്ചും എടുത്തു പറഞ്ഞു. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു കുടുംബം പോലെ കഴിയുന്നവരാണെന്നും സമൂഹത്തിനാകെ തണലേകുന്ന ഒരു വടവൃക്ഷമായി ഇവരുടെ സംരംഭം മാറിയിരിക്കുന്നുവെന്നും MP അഭിപ്രായപ്പെട്ടു. മാധ്യമങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ അറിയാനുള്ള അവകാശം, ജനങ്ങളുടെ അവകാശം സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാരിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു പ്രാമുഖ്യം അനുനിമിഷം ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 5000-ത്തിലധികം നമ്മുടെ സംരംഭങ്ങളുള്ള ഒരു മഹത്തായ ശൃംഖലയാണ് ഈ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ. അപ്പോൾ ആ ശൃംഖല നമുക്കറിയാം, സാമൂഹ്യ ക്ഷേമ രംഗങ്ങളിൽ ഒരുപാട് കൈകടത്തിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, അതുപോലെ തന്നെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനെക്കുറിച്ച് ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ ഷുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും ട്രഷറർ P വിനോദ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതിയുടെ രക്ഷാധികാരിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യെയും ചെയർമാനായി ഷുക്കൂർ കോളിക്കരയെയും ജനറൽ കൺവീനറായി ഹരീഷ് P നായരെയും വൈസ് ചെയർമാൻമാരായി A സുനിൽകുമാർ, ദിവാകര എന്നിവരെയും കൺവീനറായി പാർത്ഥസാരഥിയെയും ട്രഷററായി P വിനോദിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.